അത്തരം പരാമർശങ്ങൾ കൊണ്ട് ഒരാൾ വലുതാകുമോ ചെറുതാകുമോ എന്ന് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. എല്ലാവർക്കും അത് മനസ്സിലാക്കാനുള്ള കെൽപ്പ് അദ്ദേഹത്തിനും ബന്ധപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. ഈ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നു, CPIക്കെതിരെ ഇത്തരം രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സ്വാഭാവികം അങ്ങനെയുള്ള ഒരാൾ ഇപ്പോഴും എന്തിനാണ് ബഹുമാനപ്പെട്ട എന്ന രീതിയിൽ അദ്ദേഹം പദവിയൊക്കെ അല്ലാത്ത രീതിയിൽ എന്തിനാണ് ഇപ്പോഴും അത്തരത്തിൽ അവർക്ക് പറഞ്ഞല്ലോ. ശ്രീനാരായണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മഹാപ്രസ്ഥാനമാണ്. ശ്രീനാരായണ ഗുരു കേരളത്തിന്റെ നവോത്ഥാന യാത്രയിൽ ഏറ്റവും തെളിച്ചമുള്ള പേരാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പൈതൃകത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കുന്നുണ്ട്. അതെല്ലാം കൊണ്ട് അദ്ദേഹത്തിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തെ ഞങ്ങൾ ബഹുമാനിക്കും. പക്ഷേ ആ പദവിയിൽ ഇരിക്കുന്നവർക്കെല്ലാം എപ്പോഴും ഓർമ്മ വേണം, SNDPയുടെ സെക്രട്ടറി സ്ഥാനം അവിടെ ആദ്യം നിന്നാലും ഓർമ്മ വേണം. ആ ഒരുപാട് വലിയ വലിയ മനുഷ്യർ ഇരുന്ന കസേരയാണ്. പദവിക്ക് യോജിക്കാത്ത ആളാണോ വെള്ളാപ്പള്ളി? ആദ്യം ഒരു കാര്യം പറഞ്ഞു, തെറ്റായ മാർഗത്തിൽ പൈസ മേടിച്ചത് പറഞ്ഞു. പക്ഷെ വെള്ളാപ്പള്ളി പറയുന്നത് CPI പൈസ വാങ്ങിച്ചു, അത് ഞാൻ പറയുന്നില്ല. പറയുന്നത് പറയുമ്പോൾ എന്തോ തെറ്റായ മാർഗത്തിൽ തെറ്റായ മാർഗത്തിൽ പണം മേടിച്ചത് അദ്ദേഹം പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ പണം തിരിച്ചു കൊടുക്കും. തെറ്റായ വഴിക്ക് ഫണ്ട് പിരിച്ചു കാണും. തെരഞ്ഞെടുപ്പിനോ സമ്മേളനത്തിനോ ഫണ്ട് പിരിച്ചു കാണും. അതൊരു വലിയ വ്യവസായിയാണ്. അതിന്റെ പേരിൽ ചിലപ്പോൾ ചെന്ന് കാണും, പണം പിരിച്ചു കാണും. അതല്ലാതെ തെറ്റായ വഴിക്ക് അവിഹിത മാർഗത്തിലൂടെ ഒരു ചില്ലിക്കാശ് പോലും പറയുന്നു. ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം എന്നാണ് പറയുന്നത്. അത് കൂടി പറയട്ടെ, പറയുമ്പോൾ പറയാം. നമ്മോട് അങ്ങയുടെ പരാമർശങ്ങളിൽ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. എന്റെ കാറിൽ കയറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, തീർച്ചയായിട്ടും വളരെ ശരിയാണത്. ഏതാണ് ശരി? ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ. പിണറായി വിജയൻ അല്ല ബിനോയ് വിശ്വം. രണ്ടുപേരാണ്, രണ്ട് കാഴ്ചപ്പാടാണ്, രണ്ട് നിലപാടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാദങ്ങളെ ഞാൻ നിരാകരിക്കുന്നില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാലോ. നോ മോർ കമന്റ്സ്.